ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന നാം 4 പേരുടെ തോളിലേറി മരണത്തിന്റെ അടിമയായി ഈ മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന നാം മരണത്തോടെ വിട പറഞ്ഞ് 4 പേരുടെ തോളിലേറി നിന്നെ കൊണ്ടുപോവുകയാണ്. തൽബിയത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സന്തൂക്ക് കട്ടിലേറി നാം വരികയാണ്. റോഡിലൂടെ പോകുന്ന സമയത്ത് നടന്ന് ഓരോരുത്തരുടെ ചുമലുമാറി ക്യാഹെ ദസ്തൂർ ദുനിയാ ഖദാറെ മർന ദംദക്കി സീനെ ന പൂച്ചാ ബഅദ മരനെ കോ മയ്യത്ത് കോ മേരി ലോക സർ പേ ഉഡായേ ഹുയേ തേ. ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്തവൻ എന്നെ തോളിലെടുത്തു വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നടന്നവൻ പള്ളി മുമ്പിലെത്തി. എല്ലാവരും നിന്റെ പുറകിൽ വെച്ച് 2 റക്അത്ത് നിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കും. അവസാനം എല്ലാവരും കൂടെ കൂടിയെടുത്തിട്ട് കല്ലൂർ പള്ളിയുടെ ജുമാ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് നിന്നെ വെച്ച് കഴിയുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നടന്നേ പറ്റുകയുള്ളൂ, ഒരു ദിവസം വന്നേ പറ്റുകയുള്ളൂ. അതറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കല്ലൂർ ജുമാ മസ്ജിദിൽ വന്നിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഖബർസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ നിൽക്കുന്ന ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികളാണ് മുളച്ചു നിൽക്കുന്നത്. ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികൾ. ഒന്ന് നോക്കുക, നിരന്നു നിൽക്കുന്ന മണൽക്കാടിലേക്ക് എത്രയോ മൈലാഞ്ചി ചെടികളാണ് ഖബറിന്റെ തലഭാഗത്ത് മുളച്ചു നിൽക്കുന്നത്. ആ മൈലാഞ്ചി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് കല്ലൂർ ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ, അല്ലെങ്കിൽ വേങ്ങോട് ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ പള്ളിപ്പറമ്പിൽ പരന്നു കിടക്കുന്ന മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി പരിഹസിക്കുകയാണ്. ഖബർക്കാട്ടിലെ മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ള കഥ എന്താണ്? പെങ്ങളെ, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ കഥ കണ്ടാൽ പോരാ, ഖബറിലേക്ക് കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിയുടെ കഥ കേൾക്കണം. ആ കഥയാണ് വല്ലാത്ത കഥ. ഖബറിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടി നിന്നോട് പറയുന്നത് എന്താ? എടാ, നെഞ്ചും വിരിച്ചുകൊണ്ട് നീ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നുവോ? നീ ഒരിക്കലും ഇവിടെ വന്ന് കിടക്കില്ല എന്ന് നീ ധരിക്കുന്നുവോ? എടാ, നിന്നേക്കാൾ വലിയ കൊലകൊമ്പന്റെ, നിന്നേക്കാൾ വലിയ ലക്ഷാധിപതിയുടെ, നിന്നേക്കാൾ നെഞ്ചും വിരിച്ചുകൊണ്ട് ഇതിലെ നടന്നു പോയവന്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുക. ഖബറിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ളത് ഈ കഥയാണ്. എത്ര കൊലകൊമ്പന്മാരുടെ തലയ്ക്കുള്ളിലെ തലച്ചോറാണ് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പുട്ടി എന്നറിയുമോ? കണ്ണു തുറന്നു നോക്കുക. ഖബറടക്കുമ്പോൾ വലതുഭാഗത്ത് തലഭാഗത്ത് നാം കുരിച്ചിട്ട മൈലാഞ്ചി ചെടിയുടെ 2 കമ്പുകൾ എങ്ങനെയാണിത് പടർന്ന് പന്തലിച്ചൊരു വൃക്ഷമായത്? എങ്ങനെയാണ് ഇത്ര കാതലുള്ള ഒരു വൃക്ഷമായി മാറിയത്? എത്ര കൊലകൊമ്പന്മാരുടെ തലച്ചോറിലെ വളമാണെന്നറിയുമോ? നാളെ നീയും ഇതേപോലെ വന്നിവിടെ കിടക്കും. നിന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുക്കുമടാന്ന് ഇപ്പോൾ ഇരിക്കുന്ന ഈ മരങ്ങൾ പോലും നമ്മളോട് പറയുമ്പോ, ദുനിയാക്കയെ മുസാഫിർ മനസിൽ തരി ഖബർ ഹേ दुनिया में कई सरगना लाखों करोड़ आए बाकी रहा न कोई मिट्टी से सो रही है. ഏ ദുനിയാവിലെ യാത്രക്കാരാ, നടന്ന് നീ വന്നെത്താനുള്ളത് ഇവിടേക്കാണ്. നീ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും അത് നിന്റെ ഖബറിലേക്കുള്ള വരവാണെന്ന് പറഞ്ഞ പോലെ നടന്ന് നമ്മൾ ഖബറിലെത്തിച്ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. ഓരോ നാള് കൊടിയുമ്പോ ആയുസ് കുറയുകയാണ്. ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോ ആയുസ്സിൽ നിന്ന് ഒരടി കുറയുകയാണ്. നീ ഖബറിലേക്ക് വരേണ്ടവനാണ്, ഇവിടേക്ക് വരേണ്ടവനാണ്. എല്ലാവരും വന്ന് കിടക്കേണ്ട ഖബറാണ്. ഒരു ദിവസം ഈ ശരീരം കൊണ്ടുപോയി ഈ മണ്ണിലോട്ട് ചേർത്ത് വെക്കുമ്പോ, മണ്ണാൽ തുടങ്ങിയവനെ മണ്ണിൽ പോയി ഒടുങ്ങുക. നീ മണ്ണിൽ തുടങ്ങിയവനാണ്, നീ മണ്ണിൽ പോയി ഒടുങ്ങേണ്ടവനാണ്. ഒരു ദിവസം എല്ലാവരും കൂടി ഈ ശരീരം എടുത്തിട്ട് 6 അടി മണ്ണെന്ന് പറയുന്ന ആലമുൽ ബർസഖ് എന്ന 4ാമത്തെ ഘട്ടത്തിലേക്ക് ശരീരമെടുത്തിട്ട് ഖബറിന്റെ മുകൾ ഭാഗത്ത് ആളുകളെ നിരന്ന് നിൽക്കും. ഈ ശരീരമെടുത്തിട്ട് ഖബറിന്റെ ഉള്ളിലേക്ക്
ലോകത്തേക്ക്. നിന്റെ നാലാമത്തെ ലോകമാണ്. നാലാമത്തെ ലോകം വളരെ കുടുസാണ് സഹോദരങ്ങളെ. കൈ നീട്ടാനിടമില്ല, കാല് നീട്ടാനിടമില്ല. കൈ പൊക്കിയാലും മുകളിൽ മൺതിട്ടയിൽ കിടക്കുന്ന 6 അടി മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ് നാലാമത്തെ ലോകം. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കുടുസായ ലോകമാണ്. നിന്റെ ശരീരമെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിന്റെ നാലാമത്തെ ലോകത്തില് കൊണ്ട് കയ്യത്തെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആ കബറിലുണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവം ആദരവായ പ്രവാചകൻ പറയുന്നു, ആ കബർ മനുഷ്യനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നാലാമത്തെ ലോകത്ത് നടക്കാൻ പോവാൻ. ഈ രഹസ്യം കേട്ടോളീൻ. മയ്യത്തെടുത്ത് വെച്ചാൽ, ഒരു കബറിലേക്ക് വെച്ചാൽ 3 അനുഭവമാണ്. ഒന്നാമത്തെ അനുഭവം ഏതാ? നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാല്, നമ്മൾ അതിഥിയെ സ്വീകരിക്കും. എങ്ങനെയാ സ്വീകരിക്കുന്നത്? ചില ആളുകൾ മുസാഫഹത്ത് ചെയ്യും, ചില ആളുകൾ ക്ഷയിക്കാണ്ട് കൊടുക്കും, ചില ആളുകൾ അറബികളൊക്കെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ഒരു കെട്ടിപ്പിടുത്തമാണ്. നമ്മളൊക്കെ ആദ്യമായിട്ട് അറേബ്യയിൽ ചെന്നിറങ്ങുമ്പോൾ അറബികളുടെ യഥോചിത സംസ്കാരം, അറേബ്യൻ സംസ്കാരം എന്താ? അവനെ കെട്ടി അങ്ങ് പിടിക്കും, ഇല്ലേ? അബ്ദുള്ള ആ കെട്ടിപ്പിടിക്കണാണ്. 4 വർഷം കഴിയുമ്പോൾ അറബി എത്തിങ്ങാനേലും അവൻ നാട്ടിൽ. അപ്പോ ഓരോരുത്തരും അതിഥി വരുമ്പോ ആതിഥേയന് ഒരു സംസ്കാരമുണ്ട്. ദക്ഷിണാഫ്രിക്കയില് മോങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ അതിഥിയെ സ്വീകരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? ആരും ആ സ്ഥലത്തേക്ക് പോവരുത്. അവിടെ അതിഥിയെ സ്വീകരിക്കുന്നത്, വരുന്ന അതിഥി വീടിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ കവിഴ്ന്ന് കിടക്കണം. വീട്ടുകാരൻ 3 പ്രാവശ്യം അവനെ ചവിട്ടി അകത്ത് കയറും, വെളിയിലിറങ്ങും, വീണ്ടും അകത്ത് കയറും, വീണ്ടും വെളിയിലിറങ്ങും. ദക്ഷിണാഫ്രിക്കയിലെ മൊങ്കോള എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആതിഥേയ സൽക്കാരമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം ആരും വിസ എടുക്കണം. അങ്ങനെ ഓരോ വിചിത്രമായ ചില ഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇച്ചിരി തടിയുള്ളവനാ 3 പ്രാവശ്യം കയറി ഇറങ്ങി നമ്മൾ നാശമേ ലോറി കയറിയ തവളമാരിയാവും 3 പ്രാവശ്യം കഴിഞ്ഞ്. പിന്നെ ഒന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല. നല്ല തടിയുള്ളവരാണെങ്കിലേ, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ 1 രൂപ ഇട്ടാല് വെയിറ്റ് എഴുതി പറഞ്ഞ യന്ത്രം ഉണ്ടല്ലോ, ഭയങ്കര തടിയുള്ള ഒരാൾ അതിനകത്ത് കയറിയിട്ട് 1 രൂപ ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു വലിയ പേപ്പർ നിറച്ചെഴുതി വന്നു. അവൻ വിചാരിച്ചു, പടച്ചോനെ എനിക്ക് ഇത്രയും വെയിറ്റ്, വലിയ പേപ്പർ നിറച്ചെഴുതി വിടാൻ. അപ്പൊ അതിനകത്ത് എഴുതി ഒരിക്കുന്ന അമിത ഭാരം കയറ്റി യന്ത്രം കേടാക്കരുത്, പ്ലീസ് ദയവായി താഴെ ഇറങ്ങാൻ. അത്രയും വെയിറ്റ് ഉള്ള ഒരാളാണ് കയറി ഇറങ്ങിയെങ്കിൽ അതോടെ പോയി. ഖബർ നമ്മുടെ വീടാണ്, അല്ലെ? ഖബർ എന്ന് പറയുന്ന വീട്ടിലോട്ട് പോകുമ്പോ അതിഥി നമ്മളാണ്, ആതിഥേയൻ ഖബറാണ്. ഖബർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ ഖബർ ഒരു കെട്ടിപ്പിടിക്കും. തന്റെ അടുക്കലേക്ക് തന്റെ അതിഥി വരുമ്പോ ആതിഥേയനായ ഖബർ ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 4ാമത്തെ ലോകത്തിലെ 1ാമത്തെ അനുഭവം. ആ ഖബർ വരുന്ന മനുഷ്യൻ ഒരൊറ്റ കെട്ടിപ്പിടുത്തം അങ്ങ് കെട്ടിപ്പിടിക്കും. ഇതാര് പറഞ്ഞതാണ്? അള്ളാന്റെ റസൂല് പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. അള്ളാന്റെ റസൂല് സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്തുമായി അള്ളാന്റെ റസൂല പൊന്നുമോളുടെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കഴിയുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖം വല്ലാതെ വിവർണമായി. റസൂലുള്ളാഹിയുടെ കണ്ണുകൾ സജലങ്ങളായി. റസൂലുള്ളാഹിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് തടം തല്ലി ആർത്തൊടുകാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് വല്ലാതെ പേടിച്ച് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അത്ര നബിയേ, യാ റസൂലല്ലാഹ്, എന്താണ് നബി അങ്ങയുടെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നത്? അള്ളാന്റെ റസൂല് പറയുകയാണ്, എന്റെ പൊന്നുമോള് സൈനബ്, ആ സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഖബർ സൈനബിനെ അങ്ങ് വല്ലാടങ്ങ് കെട്ടിപ്പിടിച്ചു കളഞ്ഞു. ഓ ഖബർ ഒരു വല്ലാത്ത ആലിംഗനം അങ്ങ് പുണർന്നു കഴിഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ്, ആ ഖബറങ്ങട് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ മുഴുവനും കോർന്നു പോകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സൈനബിനെ ഖബറങ്ങ് കെട്ടിപ്പിടിച്ചു.
മാ ബൈനൽ ഹാതിഖൈൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബിനെ കബറങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ പരസ്പരം കൂടിയിട്ട് നെഞ്ചിൻ കൂട് തകർന്നു പോയി. വാരിയല്ല് പൊടിയുന്ന ശബ്ദം കിഴക്കു ചക്രവാളത്തിലെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലെയും സർവ്വ വസ്തുക്കളും ആ സൈനബിന്റെ വാരിയല്ല് പൊടിയുന്ന ശബ്ദം കേട്ടുപോയി. എന്റെ പൊന്നുമോള് സൈനബിന്റെ മയ്യത്തെടുത്ത് കബറിലോട്ട് വെച്ചപ്പോ, കബറന്റെ സൈനബിനെ കെട്ടിപ്പിടിച്ചപ്പോ അവളുടെ വാരിയല്ല് പൊടിയുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 6 അടി പോലുമില്ലാത്ത നാളെ ഞാൻ നിങ്ങളെ സുനിശ്ചിതമായി കിടക്കണ്ട ആ കബറിലോട്ട് കടന്നു ചെന്നാൽ എത്ര വലിയവനാണെങ്കിലും കബറൊരു കെട്ടിപ്പിടുത്തം പിടിക്കും. ആ കെട്ടിപ്പിടത്തിൽ നിന്ന് ആരും ഒടിവല്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ കല്ലൂരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ മോളുടെ കഥയാണ് ഈ പറയുന്നത്. സാധാരണക്കാരിയല്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ കബറങ്ങട് കെട്ടിപ്പിടിച്ചപ്പോ വാരിയല്ലുകൾ പൊടിയുന്ന ശബ്ദം കിഴക്ക് ചക്രവാളത്തിന്റെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലുമുള്ള സർവ്വ വസ്തുക്കളും കേട്ടുപോയി എന്ന് പറയുമ്പോ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്താ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, യാ മഅ്ശറൻ നിസാ അള്ളാഹനെ സൂക്ഷിച്ചു ജീവിക്കണേ. എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ 5 ദിവസം വഅദ് പറഞ്ഞിട്ട് അഹമ്മദ് കബീർ ബാക്കവി 5 ദിവസം വഅദേറ്റിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. അള്ളാഹന്റെ റസൂല് പറഞ്ഞു, ആരെ കൊണ്ടുപോയി കബറിലോട്ട് വെച്ചാലും, എത്ര വലിയ തങ്ങളാണെങ്കിലും എത്ര വലിയ ഹാഫിളാണെങ്കിലും കബറ് കെട്ടിപ്പിടിക്കാതിരിക്കില്ല. ഈ കബറിന്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഇതേവരെ ആരും ഒഴിവായിട്ടില്ല. ഒരേ ഒരാളൊഴികെ, ഒരാളെ മാത്രം കബറ് കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ലോകത്തിതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആര് പോയാലും കബറ് കെട്ടിപ്പിടിക്കും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സൈനബ് റളിയല്ലാഹുവിന്റെ അവസ്ഥ ഇതാണ്. പിന്നെ നമ്മുടെ കാര്യം പറയണോ? റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാരെയും കബർ ഇങ്ങനെ ഞെരുക്കും, പക്ഷെ ഒരാളൊഴികെ, ഒരാളെ മാത്രം കബർ വെച്ചിട്ട് ഞെരുക്കില്ല. അതാരാ? ഒരാൾ മാത്രം അതിന് ഒഴിവായി. ആരാണത്? റസൂലുള്ളാഹില്ല. റസൂലുള്ളാഹിക്ക് ഒഴിവാണല്ലോ, ഇന്നിപ്പോ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തൽക്കാലം നിങ്ങളെ വിടുകയാണ്. എന്റെ സഹോദരിമാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ 5 ദിവസം വഅദ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ല എന്നുള്ള പരാതി ഉണ്ട്. ഒറ്റ കാര്യം നിങ്ങൾ അത് മാത്രം ജീവിതത്തിൽ ഓർത്താൽ മതി. ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒഴിവായത് ഒരു സ്ത്രീയാണ്. ആരാണ് ആ സ്ത്രീ? ഒരേ ഒരു സ്ത്രീക്ക് മാത്രം ഒഴിവാക്കി കൊടുത്തു അള്ളാഹു. ഒരു സ്ത്രീ ഉന്നതിയിലെത്തിയാൽ എവിടം വരെ എത്താമെന്നുള്ളതിന്റെ തെളിവാണിത്. ഒരു സ്ത്രീ, അവൾ സ്ത്രീ ആയാൽ, സഹോദരങ്ങളെ, സ്ത്രീകളുടെ പദവി എന്താണ്? അള്ളാന്റെ റസൂല് ജനിച്ചത് മക്കയിലാണ്. റസൂലുള്ള കബറടക്കപ്പെട്ടതോ മദീനയിലാണ്. റസൂലുള്ളാഹി ഇബ്രാഹിം നബിയാണ് കഅബാലയം പണിതത്. പക്ഷെ ഇബ്രാഹിം നബിയുടെ കബർ കഅബാലയത്തിന്റെ മുമ്പിലാകാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തില്ല. ഇബ്രാഹിം നബിയുടെ കബറിടം ഫലസ്തീനിലാണ്. കഅബാലയം പണിത ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ കഅബാലയത്ത് മുറ്റത്ത് കിടന്നുറങ്ങിയില്ല, ഫലസ്തീനിലാണ് കിടന്നുറങ്ങിയത്. ലോക മുസ്ലിമീങ്ങൾ 168 കോടി മുസ്ലിമീങ്ങൾ നെഞ്ച് തിരിച്ചു വെച്ചിരിക്കുന്ന കഅബാലയത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു ലോകത്താർക്കെങ്കിലും ഒരു മഹാഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാഭാഗ്യം വാങ്ങിച്ചത് ഒരു കറുമ്പി പെണ്ണായിരുന്നു. കറുകറുത്ത ഒരു പെണ്ണ്, ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. വേറെ ആരെയും കബറില്ല കഅബാലയത്തിന്റെ മുറ്റത്ത്. കഅബാലയത്തിന്റെ മുറ്റത്ത് കബറടക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു കറുകറുത്ത അമേലു വർഗത്തിൽപ്പെട്ട അടിമപ്പെണ്ണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിനും അടുത്ത കാലഘട്ടത്തിലെ സഹാബികളുടെ വഫാത്തിനും ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമുണ്ടായിരുന്ന വ്യക്തി ഒരു പെണ്ണായിരുന്നു, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറഞ്ഞു, അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പെണ്ണായിരുന്നു. ആരായിരുന്നു ആ പെണ്ണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ഒഴികെ.
ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയൊഴികെ ആരാണ് ഒഴിവായത്? റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല, റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അബൂ താലിബിന്റെ ഭാര്യയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അവര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് സംസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എല്ലാത്തിനും കൂടെയുണ്ട്. മയ്യത്ത് പൊതിഞ്ഞത് റസൂലുള്ളാഹിയാണ്, മയ്യത്ത് ചുമന്നതും റസൂലുള്ളാഹിയാണ്. എന്തോ ഒരു ഭാഗ്യമാണെന്നറിയുമോ? ജിബ്രീൽ വന്നിരുന്ന ചുമലിൽ കയറി യാത്രയായി ഖബറിലേക്ക് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ചില സമയത്ത് റസൂലുള്ളാഹി മയ്യത്തിന്റെ മുമ്പിൽ നടക്കും, ചിലപ്പോൾ പുറകിൽ നടക്കും. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്. ആമിന ബീവി മരണപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന് എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂൽ നേരെ ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യത്തുമായി ഖബർസ്ഥാനിലെത്തി. അവിടെ എത്തിയ റസൂലുള്ളാഹി മയ്യത്ത് ഖബറിന്റെ കരയിൽ വെച്ചു. എല്ലാവരും നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലോട്ടിറങ്ങിയ റസൂലുള്ളാഹി അവിടുത്തെ കുപ്പായം ഊരി മാറ്റിയപ്പോ റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ സൂര്യനേക്കാൾ ചന്തമുള്ള ശരീരമുണ്ടല്ലോ, ആ ശരീരം വെളിവായി റസൂലുള്ളാഹിയുടെ കമീസില്ല. അല്ലാഹുവിന്റെ റസൂൽ കമീസ് ഊരി മാറ്റിയിട്ട് ആ ഖബറിന്റെ അകത്തേക്ക് റസൂലുള്ളാഹി അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നു. എന്നിട്ട് റസൂലുള്ളാഹി ഖബറിൽ കിടന്നിട്ടങ്ങ് ഉരുളാൻ തുടങ്ങി. ആ ഖബറിൽ കിടന്ന് റസൂലുള്ളാഹി റിസാലത്തിന്റെ ശരീരവുമായിട്ട് ഉരുളാൻ തുടങ്ങി. മദീനത്തിന്റെ മണലാരുണ്യം പോലും കണ്ടുകൊണ്ട് നാണം കുടുങ്ങി നിന്ന റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ തൂവെളിച്ചം, വസീനത്തിന്റെ ഈത്തപ്പന മരങ്ങൾ പോലും തടലിട്ട് കൊടുത്ത റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ പൂശരീരം ആ മണ്ണിലോടങ്ങ് ചേർന്ന് കഴിയുമ്പോ ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യത്ത് കരയിലിരിക്കുകയാണ്. അവിടെ മലർന്നു കിടന്നുകൊണ്ട് റസൂലുള്ളാഹി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ